ഫാത്തിമ ബീവിയുടെ ആ നിർണായകമായ സംരക്ഷണത്തിൻ്റെ ഒരു പോരാട്ടമില്ലേ ഇന്നും? ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, വ്യക്തിത്വത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സമരമുന്നണിയിൽ തീജ്വാലയായി പ്രവർത്തിക്കുന്ന തരുണീ രത്നങ്ങൾക്ക് മാതൃകയായ ബീവി ഫാത്തിമത്തു സഹ്റ. ഫാത്തിമയ്ക്ക് 5-ാമത്തെ വയസ്സ് വരുമ്പോഴാണ് പ്രവാചകത്വ ലബ്ധി ഉണ്ടാകുന്നത്. പിന്നീട് ഏകദേശം ഒരു 6-7 വർഷവും കൂടി കഴിഞ്ഞപ്പോൾ, അതെ 12-13 വയസ്സ് ഏകദേശം ഫാത്തിമയ്ക്ക് പ്രായമുണ്ടായപ്പോൾ ഫാത്തിമ ബീവി ജീവിതത്തിൽ ചെയ്ത ഒരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കേട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗനിർഭരമായ ജീവിതത്തെ നാം ഓർക്കുമ്പോഴാണ് നമുക്കൊക്കെ ഇന്ന് എന്തൊരു സുഖം. ഇസ്ലാമിക പ്രബോധനത്തിനും പ്രചാരണത്തിനുമൊക്കെ പട്ടുമെത്തയാണ് നമുക്കിന്ന്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ കഅബ മന്ദിരത്തിൻ്റെ മുൻപിൽ വെച്ച് പരിശുദ്ധ ദീനിൻ്റെ പ്രചാരണം നടത്തുകയാണ്. ഇന്നതാ അവിടുന്ന് പ്രാർത്ഥനയിലാണ്, നമസ്കാരത്തിലാണ്. സഹീഹുൽ ബുഖാരിയിൽ പറയുന്നത്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ പരിസരത്ത് ഞങ്ങൾ കുറച്ച് പേരൊക്കെയുണ്ട്. റസൂലുള്ളാഹി നമസ്കരിക്കുകയാണ്. അന്നത്തെ സ്വേച്ഛാധിപതിയായ ദുഷ്ടൻ അബൂജഹൽ എന്ന അബുൽ ഹക്കം, എല്ലാവിധ അനാദരവുകളുടെയും ഉപ്പാപ്പയായിരുന്നു അയാൾ. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ആരുണ്ടിവിടെ? അവിടെ മക്കയിലെ ഒരു പ്രദേശത്ത് ഒരൊട്ടകത്തിനെ അറുത്ത് അതിൻ്റെ കുടൽമാലകൾ ജീർണിച്ചിട്ടുണ്ട്. അതെടുത്തു കൊണ്ടുവന്ന് മുഹമ്മദിന് ഹാരാർപ്പണം ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ജസാക്കല്ലാഹു യാ റസൂലല്ലാഹി അൻ ഉമ്മ ഖൈറൽ ജസ. റസൂലുള്ളാഹി കഅബ മന്ദിരത്തിൻ്റെ മുൻപിൽ വെച്ച് നമസ്കാരത്തിൽ നിരതനായി ആ ധ്യാന നിമഗ്നനായി കഴിഞ്ഞു കൂടുമ്പോൾ അബൂജഹലിൻ്റെ ആഹ്വാനമാണ് ചത്ത ഒട്ടകത്തിൻ്റെ ചീഞ്ഞു നാറുന്ന കുടൽമാലകൾ തിരുനബിയുടെ കഴുത്തിൽ വലിച്ചിടാൻ. ഉടനെ തന്നെ അബൂജഹലിൻ്റെ ഒരു പ്രകൃതി, അതേ ഉഖ്ബത്തു ബിനു അബീ മുഅയ്ത് എന്ന ദുഷ്ടൻ ആ ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിൻ്റെ കുടൽമാല എടുത്തു കൊണ്ടുവന്ന് കഅബ മന്ദിരത്തിൻ്റെ മുറ്റത്ത് റസൂലുള്ളാഹിയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. അവിടുന്ന് സുജൂദിലാണ്, എഴുന്നേൽക്കാതെ അവിടെ കിടക്കുകയാണ്. ഇവിടെയാണ് ആദർശപരമായ മുന്നേറ്റത്തിൻ്റെ ആരംഭത്തിൽ അവിടുന്ന് സഹിച്ച ത്യാഗത്തിൻ്റെ വേദനിപ്പിക്കുന്ന രംഗങ്ങൾ. ഒരൊറ്റ കുട്ടിക്കും ധൈര്യമുണ്ടായില്ല തിരുനബിയെ രക്ഷിക്കാൻ, ഖുറൈശികളെ പ്രതിരോധിക്കാൻ. ആരും അടുത്തേക്ക് പോകുന്നില്ല. കാരണം അടുത്തേക്ക് തിരുനബിയെ സഹായിക്കാൻ ആരെങ്കിലും അഥവാ മുതിർന്നാൽ ഇല്ല, പരിമിതരായ വിരലിൽ എണ്ണാവുന്ന സഖാക്കൾ മാത്രമേ കൂടെയുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് അവിടെ സ്ഥലത്തില്ല. പിന്നെ ഒടുവിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? ആ കുടൽമാല ചാർത്തി സുജൂദിൽ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ നിസ്സഹായമായ ഒരവസ്ഥയാണ് ഭൗതികമായി പറഞ്ഞാൽ. ഫാത്തിമത്തു സഹ്റാ എന്ന ആ കുമാരി, 10-14 വയസ്സുള്ള ആ പൊന്നുമോൾ ബാപ്പയുടെ അടുത്തേക്ക് പോയി ആ കുടൽമാലകൾ തൻ്റെ കൈകൊണ്ട് വാരി മാറ്റി തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ സംരക്ഷിച്ച് കൈപിടിച്ച് ഉയർത്തി എഴുന്നേറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗം സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ നമ്മളൊക്കെ പറയുന്ന ആ ചരിത്രം.